ഇന്ത്യൻ ഇ-കൊമേഴ്സ് ലോകത്ത് ഒരു കാലത്ത് അതിവേഗം വളർന്നു വന്നതും എന്നാൽ അപ്രതീക്ഷിതമായി തകർന്നടിഞ്ഞതുമായ ഒരു വലിയ ഫാഷൻ ഭീമന്റെ കഥയാണിത്. ജബോങ്. ഓൺലൈൻ ഫാഷൻ വിപണിക്ക് ഇന്ത്യയിൽ ഒരു പുതിയ ദിശാബോധം നൽകിയവരിൽ പ്രമുഖരായിരുന്നു ജബോങ്. വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ വലിയൊരു ഉപഭോക്തൃ അടിത്തറയും ഭീമമായ വരുമാനവും നേടാൻ ഈ കമ്പനിക്ക് സാധിച്ചു. ജബോങ് അതിന്റെ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന കാലഘട്ടം ഇന്ത്യൻ ഇ-കൊമേഴ്സ് വിപണിയിൽ ഒരു മാറ്റത്തിന്റെ കാറ്റ് വീശിയ സമയമായിരുന്നു. 2014 ആയപ്പോഴേക്കും ഇന്ത്യൻ ഓൺലൈൻ ഫാഷൻ വിപണിയുടെ ഏകദേശം 25% വിഹിതവും ജബോങ്ങിന്റെ കൈവശമായിരുന്നു. മറ്റ് ഭീമന്മാരായ ഫ്ലിപ്കാർട്ടോ മിന്ത്രയോ പോലും ശക്തമായ മത്സരം കാഴ്ചവെച്ചിരുന്ന ആ കാലഘട്ടത്തിൽ ജബോങ്ങിന്റെ ഈ വളർച്ച ആരെയും അമ്പരപ്പിക്കുന്നതായിരുന്നു. ഫാഷൻ ഉൽപ്പന്നങ്ങൾ ഓൺലൈനായി വിൽക്കുന്നതിലെ സാധ്യതകൾ ലോകത്തിന് മുന്നിൽ തുറന്നുകാട്ടിയ ആദ്യകാല കമ്പനികളിൽ ഒന്നായിരുന്നു ഇത്. 2011 അരുൺ ചന്ദ്ര മോഹൻ, പ്രവീൺ സിൻഹ, ലക്ഷ്മി പോട്ട്ലൂരി, മനു കുമാർ ജെയിൻ എന്നിവർ ചേർന്ന് ജബോങ്ങിന് തുടക്കം കുറിക്കുന്നത്. ഇന്ത്യൻ വിപണിയിലെ ഒരു പ്രധാന കുറവ് ഇവർ തിരിച്ചറിഞ്ഞിരുന്നു. അക്കാലത്ത് ആളുകൾക്ക് ഇഷ്ടമുള്ള വസ്ത്രങ്ങളോ ഫാഷൻ ഉൽപ്പന്നങ്ങളോ വാങ്ങണമെങ്കിൽ വലിയ നഗരങ്ങളിലെ കടകളിലോ സ്റ്റോറുകളിലോ പോകേണ്ടിയിരുന്നു. ഫാഷൻ എന്ന വലിയൊരു വിപണി ഓൺലൈനിലൂടെ എളുപ്പത്തിൽ ലഭ്യമായിരുന്നില്ല. ഈ പ്രായോഗിക ബുദ്ധിമുട്ട് ഒരു വലിയ ബിസിനസ് അവസരമായി അവർ കണ്ടു. ഇന്ത്യയിൽ ഫാഷൻ കൂടുതൽ ആളുകളിലേക്ക് എളുപ്പത്തിൽ എത്തിക്കുക എന്നതായിരുന്നു ജബോങ്ങിന്റെ പ്രാഥമിക ലക്ഷ്യം. തുടക്കത്തിൽ മിന്ത്രയെ പോലുള്ള മറ്റ് കമ്പനികൾ ഈ രംഗത്തുണ്ടായിരുന്നുവെങ്കിലും ജബോങ്ങിന്റെ വളർച്ചാ വേഗത ശ്രദ്ധേയമായിരുന്നു. എന്നിരുന്നാലും 2011-2012 സാമ്പത്തിക വർഷത്തിലെ കണക്കുകൾ പരിശോധിച്ചാൽ മിന്ത്ര ജബോങ്ങിനേക്കാൾ മുന്നിലായിരുന്നു എന്ന് കാണാം. അക്കാലത്ത് ജബോങ്ങിന്റെ വരുമാനം ഏകദേശം 4 കോടി രൂപയായിരുന്നുവെങ്കിൽ മിന്ത്രയുടെ വരുമാനം 13.27 കോടി രൂപയോളമായിരുന്നു. എങ്കിലും ജബോങ് അതിവേഗം വിപണിയിൽ തങ്ങളുടെ ഇടം ഉറപ്പിച്ചു. ജബോങ്ങിന്റെ വിജയത്തിന് പിന്നിലെ പ്രധാന ഘടകങ്ങളിലൊന്ന് അന്താരാഷ്ട്ര തലത്തിൽ പ്രവർത്തിക്കുന്ന റോക്കറ്റ് ഇന്റർനെറ്റ് എന്ന കമ്പനിയുടെ പിന്തുണയായിരുന്നു. ലോകമെമ്പാടുമുള്ള വിജയകരമായ ബിസിനസ് മോഡലുകൾ കണ്ടെത്തി അവയെ അതിവേഗം വിവിധ രാജ്യങ്ങളിൽ ആരംഭിക്കുന്നതിൽ പ്രഗത്ഭരായിരുന്നു റോക്കറ്റ് ഇന്റർനെറ്റ്. ഇന്ത്യയിൽ പ്രിന്റോ, സോവി പോലുള്ള മറ്റു വലിയ കമ്പനികളും അവർ തുടങ്ങിയിരുന്നു. ഈ ലോകോത്തര സ്ഥാപനത്തിന്റെ ഭാഗമായിരുന്നത് കൊണ്ട് തന്നെ ജബോങ്ങിന് ആവശ്യമായ വലിയ നിക്ഷേപം എളുപ്പത്തിൽ ലഭിച്ചു. ഇത് വിപണിയിൽ ശക്തമായ സാന്നിധ്യമാകാൻ അവരെ സഹായിച്ചു. വലിയ സാമ്പത്തിക പിൻബലമുള്ള ഈ കമ്പനിയുടെ ഓഹരികൾ പിന്നീട് ജർമ്മൻ മീഡിയ ഭീമനായ ബെർട്ടൽസ്മാൻ ഏറ്റെടുത്തു. ഈ സാമ്പത്തിക സ്ഥിരത ജബോങ്ങിന് കൂടുതൽ പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കാൻ ധൈര്യം നൽകി. ജബോങ് വെറും ഒരു വിൽപ്പന പ്ലാറ്റ്ഫോം എന്നതിലുപരി ഒരു ഫാഷൻ ട്രെൻഡ് സെറ്ററായി മാറാൻ ശ്രമിച്ചു. ഇന്ത്യയിലെ വലിയൊരു ഉപഭോക്തൃ സമൂഹത്തിനായി അവർ ഒരു വലിയ വിപണി തന്നെ സൃഷ്ടിച്ചു. ഇന്ത്യയിലെ പ്രമുഖ ഡിസൈനർമാരായ നിഷ്ക, പ്രദർശിനി റാവു, റോഡ്രിക്സ് തുടങ്ങിയവരെ അവരുടെ പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവന്നു. സ്റ്റൈലിസ്റ്റ് ഓഫ് ഏഷ്യ പോലുള്ള പ്രത്യേക പ്ലാറ്റ്ഫോമുകൾ ഇതിനായി അവർ ഉപയോഗിച്ചു. 2000-ലധികം ബ്രാൻഡുകളും 2 ലക്ഷത്തിലധികം ഉൽപ്പന്നങ്ങളും അവരുടെ പ്ലാറ്റ്ഫോമിൽ ഉണ്ടായിരുന്നു. ഇത് ഉപഭോക്താക്കൾക്ക് വലിയൊരു ഫ്രീഡം ഓഫ് ചോയ്സ് നൽകി. ജബോങ് കേവലം വസ്ത്രങ്ങൾ മാത്രമല്ല വിറ്റത്. പാദരക്ഷകൾ, സൗന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങൾ എന്നിവ വിറ്റ് ഇന്ത്യൻ ഫാഷൻ വിപണിക്ക് പുതിയൊരു ദിശാബോധം നൽകാൻ അവർ ശ്രമിച്ചു. പ്രമുഖ പഞ്ചാബി താരം ദിൽജിത് ദോസഞ്ചിനെ പോലുള്ളവരെ ഉപയോഗിച്ച് പ്രമോഷണൽ ക്യാമ്പയിനുകൾ നടത്തി പുതിയ ഫാഷൻ ട്രെൻഡുകൾക്ക് അവർ രൂപം നൽകി. ഇതിനെല്ലാം പുറമെ ഉൽപ്പന്നങ്ങൾ നേരിട്ട് വാങ്ങി സ്വന്തം ഇൻവെന്ററിയിൽ സൂക്ഷിച്ചു വിൽക്കുന്ന ഇൻവെന്ററി ലെഡ് മോഡൽ അവർ ആദ്യം സ്വീകരിച്ചു. ഇത് ഉൽപ്പന്നങ്ങളിൽ നിന്ന് കൂടുതൽ ലാഭം നേടാൻ അവരെ സഹായിച്ചു. പിന്നീട് ഇത് വിൽപ്പനക്കാർക്ക് നേരിട്ട് ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ സാധിക്കുന്ന മാർക്കറ്റ് പ്ലേസ് മോഡലുമായി സംയോജിപ്പിച്ചു. വളർച്ചയുടെ ഈ തിളക്കത്തിനിടയിലും ജബോങ്ങിന്റെ അകത്തളങ്ങളിൽ ചില പ്രശ്നങ്ങൾ രൂപം കൊണ്ടിരുന്നു. ശക്തമായ അടിത്തറയില്ലാത്ത ഒരു കെട്ടിടം പോലെ പുറമേയുള്ള അലങ്കാരങ്ങൾക്കപ്പുറം കോർപ്പറേറ്റ് തലത്തിൽ ചില പൊരുത്തക്കേടുകൾ ഉണ്ടായിരുന്നു. ജബോങ്ങിന്റെ ഏറ്റവും വലിയ ദുരന്തങ്ങളിലൊന്ന് അതിന്റെ കോർപ്പറേറ്റ് ഭരണത്തിലെ സ്ഥിരതയില്ലായ്മയായിരുന്നു. 4 സഹസ്ഥാപകരുമായിട്ടാണ് കമ്പനി ആരംഭിച്ചത്. എന്നാൽ കാലക്രമേണ ഈ സ്ഥാപകർ ഓരോരുത്തരായി കമ്പനി വിട്ടുപോയി. ആദ്യകാലത്ത് സഹസ്ഥാപകരിൽ ഒരാളായ മനു കുമാർ ജെയിൻ കമ്പനി വിട്ടു. പിന്നാലെ മറ്റ് സഹസ്ഥാപകരും പിന്മാറി. 2015 അവസാനത്തോടെ ആദ്യത്തെ സഹസ്ഥാപകർ ആരും തന്നെ കമ്പനിയിൽ അവശേഷിച്ചിരുന്നില്ല. ഇതിനുള്ള പ്രധാന കാരണം നിക്ഷേപകരുടെ സമ്മർദ്ദവും കമ്പനിക്കുള്ളിലെ സങ്കീർണമായ സാഹചര്യങ്ങളുമായിരുന്നു. നിക്ഷേപകർ കമ്പനിയുടെ പ്രവർത്തനങ്ങളിൽ അനാവശ്യമായ ഇടപെടലുകൾ നടത്തുകയും സ്ഥാപകരുടെ അധികാരങ്ങളെ ചോദ്യം ചെയ്യുകയും ചെയ്തു. ഇത്തരത്തിലുള്ള തുടർച്ചയായ നേതൃമാറ്റങ്ങൾ ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ്. ഉന്നത തലത്തിലുള്ള ഈ അസ്ഥിരത കമ്പനിയുടെ ദൈനംദിന പ്രവർത്തനങ്ങളെയും ജീവനക്കാരുടെ മനോവീര്യത്തെയും സാരമായി ബാധിച്ചു. ഒരു കമ്പനിയുടെ വിജയം മുതൽ പരാജയം വരെയുള്ള എല്ലാ കാര്യങ്ങളും അതിന്റെ നേതൃത്വത്തെ ആശ്രയിച്ചിരിക്കും. ജബോങ്ങിൽ ഈ നേതൃത്വം തുടർച്ചയായി മാറിക്കൊണ്ടിരുന്നു. ഇന്ത്യൻ ഇ-കൊമേഴ്സ് വിപണി അതിന്റെ കടുത്ത മത്സരത്തിന്റെ കാലഘട്ടത്തിലൂടെ കടന്നു പോവുകയായിരുന്നു അപ്പോൾ. ഫ്ലിപ്കാർട്ട്, മിന്ത്ര തുടങ്ങിയ എതിരാളികൾ വമ്പിച്ച സാമ്പത്തിക ശേഷിയുള്ളവരും ഉപഭോക്താക്കളെ ആകർഷിക്കാൻ വേണ്ടി ഡീപ് ഡിസ്കൗണ്ടിംഗ് എന്ന തന്ത്രം ഉപയോഗിച്ചവരുമായിരുന്നു. അതായത് വലിയ നഷ്ടം സഹിച്ചും ഉൽപ്പന്നങ്ങൾ വില കുറച്ച് വിൽക്കുക. ഇതുമായി മത്സരിക്കാൻ ജബോങ്ങിനും നിരന്തരമായ ഡിസ്കൗണ്ടുകൾ നൽകേണ്ടി വന്നു.
എന്നാൽ ഫ്ലിപ്കാർട്ടിന്റെയും മിന്ത്രയുടെയും അത്രയും വലിയ സാമ്പത്തിക സ്രോതസ്സുകൾ ജബോങ്ങിന് ഉണ്ടായിരുന്നില്ല. മറ്റു വലിയ കമ്പനികൾ സ്വന്തം കയ്യിൽ ധാരാളം പണം വെച്ച് മത്സരിച്ചപ്പോൾ ജബോങ്ങിന് പരിമിതമായ പണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ അമിതമായ ഡിസ്കൗണ്ടിംഗ് കമ്പനിയുടെ സാമ്പത്തിക സ്ഥിതിയെ വഷളാക്കുകയും വലിയ പണമിടപാടുകൾക്ക് കാരണമാവുകയും ചെയ്തു. അകത്തും പുറത്തും പ്രശ്നങ്ങൾ രൂക്ഷമായതോടെ ജബോങ് വിൽക്കാൻ മാനേജ്മെന്റ് നിർബന്ധിതരായി. ഈ സന്ദർഭത്തിലും അവർക്ക് വലിയൊരു തെറ്റുപറ്റി. ആദിത്യ ബിർള ഗ്രൂപ്പിനെ പോലുള്ള ഇന്ത്യയിലെ മറ്റു പ്രമുഖ കമ്പനികൾ ജബോങ്ങിനെ വാങ്ങാൻ തയ്യാറായിരുന്നു. തങ്ങൾക്ക് വിപണിയിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കില്ലെന്ന് വ്യക്തമായ ഘട്ടത്തിൽ ഉയർന്ന വിലയ്ക്ക് വിൽക്കാൻ അവർക്ക് അവസരമുണ്ടായിരുന്നു. എന്നാൽ മാനേജ്മെന്റ് വിൽപ്പന വൈകിപ്പിച്ചു. വിപണിയിൽ ഇനിയും പിടിച്ചു നിൽക്കാൻ സാധിക്കുമെന്ന് അവർ തെറ്റായി വിശ്വസിക്കുകയോ അല്ലെങ്കിൽ കൂടുതൽ വില ലഭിക്കാനായി കാത്തിരിക്കുകയോ ചെയ്തിരിക്കാം. ഒടുവിൽ കമ്പനി വളരെ മോശം സാമ്പത്തിക നിലയിൽ എത്തിയപ്പോഴാണ് അവർ വിൽക്കാൻ തയ്യാറായത്. 2016 ജൂലൈയിൽ മിന്ത്ര, അതായത് ഫ്ലിപ്കാർട്ടിന്റെ ഉടമസ്ഥതയിലുള്ള കമ്പനി ജബോങ്ങിനെ ഏറ്റെടുത്തു. ഏകദേശം $70 മില്യൺ ഈ ഏറ്റെടുക്കൽ. നേരത്തെ വിൽപ്പന നടന്നിരുന്നുവെങ്കിൽ ലഭിക്കുമായിരുന്നതിനേക്കാൾ വളരെ കുറഞ്ഞ തുകയായിരുന്നു ഇത്. ഏറ്റെടുക്കലിന് ശേഷം ഒരു ബ്രാൻഡ് എന്ന നിലയിൽ ജബോങ്ങിന് അതിന്റെ വ്യക്തിത്വം നഷ്ടമായി. കുറച്ചു കാലം കൂടി അത് പ്രവർത്തിച്ചുവെങ്കിലും ഒടുവിൽ മിന്ത്രയുടെ പ്രവർത്തനങ്ങളുമായി അതിനെ ലയിപ്പിക്കുകയും ജബോങ് എന്ന സ്വതന്ത്ര ബ്രാൻഡ് പൂർണ്ണമായി നിർത്തലാക്കുകയും ചെയ്തു. ഓൺലൈൻ ലോകത്ത് അതിവേഗം വളരുകയും 25% വിപണി വിഹിതം വരെ നേടുകയും ചെയ്ത ഒരു കമ്പനി എങ്ങനെ തകരുന്നു എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ജബോങ്. ശക്തമായ ഒരു ബിസിനസ് ആശയം ഉണ്ടായാൽ മാത്രം പോരാ, അതിന് സ്ഥിരതയുള്ള ഒരു നേതൃത്വവും വിപണിയിലെ ഭീമന്മാരുമായി മത്സരിക്കാൻ വേണ്ടത്ര സാമ്പത്തിക തന്ത്രങ്ങളും ആവശ്യമാണ്. നേതൃത്വത്തിലെ സ്ഥിരതയില്ലായ്മ, നിക്ഷേപകരുടെ അമിത ഇടപെടൽ, വിവേകമില്ലാത്ത ഡിസ്കൗണ്ടിംഗ് തന്ത്രങ്ങൾ, നിർണായക സമയത്ത് വിൽപ്പന നടത്താൻ പറ്റാതെ പോയത് തുടങ്ങിയവയൊക്കെ ചേർന്നാണ് ഈ ഫാഷൻ സാമ്രാജ്യത്തിന്റെ അസ്തമയത്തിന് കാരണമായത്. ഇന്ത്യൻ ഇ-കൊമേഴ്സ് ചരിത്രത്തിലെ ഒരു പ്രധാന അധ്യായമാണ് ജബോങ്ങിന്റെ ഉദയവും അപ്രത്യക്ഷമാകലും. ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തണം. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ജയ് ഹിന്ദ്.